നമ്മുടെ ഇലയിൽ രജിസ്റ്റർ ചെയ്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. വള്ളിയമ്മ എന്ന അവരുടെ പേര്. പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർ ഒരു സൈഡ് കുഴഞ്ഞു, വള്ളിയമ്മ. അപ്പോൾ അവരെ ഹസ്ബൻഡ് വേലായുധേട്ടൻ നന്നായി മദ്യപിക്കുന്ന ആളാണ്. വൈകുന്നേരം ആകുമ്പോൾ 4 കാലിലൊക്കെ കയറി വരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ വള്ളിയമ്മ അസുഖം ബാധിച്ച് പാരലൈസ്ഡായി കിടന്നപ്പോൾ വേലായുധേട്ടൻ ആലോചിക്കുകയാണ്. കൂലിപ്പണി എടുക്കുന്ന മനുഷ്യനാണ്. കാരണം വള്ളിയമ്മ ഇങ്ങനെ ആയി, ഇനി ഞാനും കൂടി ഇങ്ങനെ ആയാൽ, ഞാനും ബോധം ഉണ്ടായിട്ടും ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് വേലായുധേട്ടൻ ആലോചിക്കുകയാണ്. പിന്നെ സംഭവിക്കുന്നത് വേലായുധേട്ടൻ കള്ളുകൂടി നിർത്തുകയാണ്. കള്ളുകൂടി നിർത്തിയിട്ട് ഈ വള്ളിയമ്മനെ രാവിലെ കുളിപ്പിച്ച് വൃത്തിയാക്കി മരുന്നൊക്കെ കൊടുത്ത് അദ്ദേഹം പണിക്ക് പോകും. സാധാരണ മനുഷ്യനാണ്. പിന്നെ ഉച്ച ആകുമ്പോഴത്തേക്കും വന്ന് വള്ളിയമ്മക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് അവരെ മൂത്രം ഒളിപ്പിച്ച് കൊടുന്ന് കിടത്തി അയാളും ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോകും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. ഞാനിടയ്ക്ക് അവരെ പോയി കാണാറുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്ര നന്നായി ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല. വേലായുധേട്ടൻ ചിന്തിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ, ഭാര്യയോട് സ്നേഹമുണ്ട്, കള്ളുകുടിച്ച് നടന്നിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഇനി ഞാൻ അങ്ങനെ ആയാൽ പറ്റില്ല എന്ന് തീരുമാനിക്കുകയാണ് വേലായുധേട്ടൻ. അങ്ങനെ ഒരു നിമിഷത്തിൽ തീരുമാനിക്കുകയാണ്. ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യം വന്നിട്ടില്ല. എൻ്റെ മുന്നിൽ എൻ്റെ ഭാര്യയുണ്ട്, അവർ വലിയ പ്രതിസന്ധിയിലാണ്, അവരെ ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ബോധ്യത്തിലേക്ക് വേലായുധേട്ടൻ വന്നപ്പോൾ ഏട്ടൻ കുടി നിർത്തുകയാണ്. ആ നിമിഷത്തിൽ നിർത്തുകയാണ്. പിന്നെ അവരെ കുളിപ്പിച്ച്, അവരെ വസ്ത്രം മാറ്റി, അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവരെ മൂത്രം ഒഴിപ്പിച്ച് അവരെ ശുശ്രൂഷിക്കലായിരുന്നു പുള്ളിയുടെ ലഹരി. പ്രായമായി, നമ്മളെന്താ ചെയ്യുക? നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ വീട്ടിൽ ഭാര്യക്കോ അല്ലെങ്കിൽ നമുക്കൊരു കടബാധ്യത വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ വേഗം എന്ത് ചെയ്യും? നമ്മളുടെ ബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ലഹരികൾ ഉപയോഗിക്കുന്നു. പക്ഷെ വേലായുധേട്ടൻ ചെയ്തത് എന്താ വെച്ചാൽ, എൻ്റെ ഭാര്യയാണ് എൻ്റെ ലഹരി എന്ന് തീരുമാനിക്കുകയാണ്. എന്ത് രസമായിരുന്നു പറയാം അവരുടെ ജീവിതം. കുറേ കാലം അങ്ങനെയായിരുന്നു. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. വലിയൊരു മെസ്സേജാണ് എങ്ങനെ നന്നായി ജീവിക്കാം എന്ന്. എന്താണ് ലഹരി എന്ന് മുന്നിലുണ്ടാവുകയാണ് വേലായുധേട്ടൻ്റെ. വള്ളിയമ്മ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് മരിച്ചു. പക്ഷെ വേലായുധേട്ടൻ്റെ ഏറ്റവും വലിയ നിരാശ അതായിരുന്നു, ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇപ്പോൾ വള്ളിയമ്മ തളർന്നു പോവേണ്ടി വന്നു വേലായുധേട്ടന് ചിന്തിക്കാൻ. അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്.